Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. അമ്മയ്ക്ക് കുഞ്ഞിനെ മാറി നൽകി. സംഭവം NHS ഡോർസെറ്റ് ഫൗണ്ടേഷന്റെ കീഴിലെ പൂൾ ആശുപത്രിയിൽ. ഡോർസെറ്റിൽ അമ്മയ്ക്ക് മാറി കുഞ്ഞിനെ നൽകിയതിനെ കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് അവിടുത്തെ ആശുപത്രി ട്രസ്റ്റ് അറിയിച്ചു. 2023 സെപ്റ്റംബറിൽ ഡോർസെറ്റിലെ പൂൾ ഹോസ്പിറ്റലിലെ പ്രസവ വാർഡിലാണ് NHSന് ആകെ നാണക്കേട് വരുത്തിവെച്ച സംഭവം നടന്നത്. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഡോർസെറ്റ് NHS ഫൗണ്ടേഷന്റെ കീഴിലാണ് പൂൾ ഹോസ്പിറ്റൽ. സംഭവത്തിൽ ട്രസ്റ്റിലെ മിഡ്വൈഫറി ഡയറക്ടർ ലോറെയ്ൻ ഖേദം രേഖപ്പെടുത്തി. അന്വേഷണം നടക്കുകയാണെന്നും അതിനോട് സഹകരിക്കണമെന്നും ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അവർ അറിയിച്ചു. തെക്ക് കിഴക്കൻ ഡോർസെറ്റിലെ പൂൾ ഹോസ്പിറ്റലിൽ റോയൽ ബോൺമൗത്ത് ഹോസ്പിറ്റൽ, ക്രൈസ്റ്റ് ചർച്ച് ഹോസ്പിറ്റൽ എന്നീ 3 ആശുപത്രികൾ ലയിപ്പിച്ചതിനെ തുടർന്നാണ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഡോർസെറ്റ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ് രൂപീകരിച്ചത്. തങ്ങളുടെ പ്രവചനങ്ങൾ കിറുകൃത്യമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ബ്രിട്ടനിൽ പലിശ നിരക്കുകൾ എപ്പോൾ കുറയ്ക്കും? മോർഗേജുകൾ എടുത്തിട്ടുള്ള സകല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. മാർച്ച് മാസത്തിലെ പണപ്പെരുപ്പ നിരക്ക് പുറത്തു വന്നതോടെ പെട്ടെന്നൊരു വെട്ടിക്കുറവ് പ്രതീക്ഷിക്കേണ്ടെന്ന നിലപാടിലാണ് സാമ്പത്തിക വിപണികൾ. എന്നാൽ വിപണി പ്രതീക്ഷിച്ച തോതിൽ പണപ്പെരുപ്പം കുറഞ്ഞില്ലെന്നതിൽ അത്ഭുതമൊന്നും കാണുന്നില്ലെന്ന നിലപാടിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ. വിപണി കണക്ക് കൂട്ടിയ നിലവാരത്തിൽ പണപ്പെരുപ്പം കുറഞ്ഞില്ലെന്നതിൽ തനിക്ക് ആശങ്കയില്ലെന്ന് വ്യക്തമാക്കിയ ആൻഡ്രൂ ബെയ്ലി അടുത്ത മാസം ഗവൺമെന്റും ബാങ്കും ലക്ഷ്യമിട്ട 2% പണപ്പെരുപ്പം കുത്തനെ കുറയുമെന്നും വ്യക്തമാക്കി. മാർച്ചിൽ ജീവിത ചെലവുകളെ നേരിട്ട് ബാധിക്കുന്ന പണപ്പെരുപ്പം 3.2% താഴ്ന്നുവെന്നാണ് ഇന്നലെ വ്യക്തമാക്കിയത്. ഇത് ബാങ്കിന്റെ പ്രവചനങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് നീങ്ങുന്നതെന്ന് ഗവർണർ പറയുന്നു. ഇനി UK-യിലെ 18-നും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കുകയും ജോലി ചെയ്യുന്നതിനും ഒട്ടേറെ ഇളവുകൾ നിലവിൽ വരുന്നു. ബ്രെക്സിറ്റിന്റെ അകലം കുറയ്ക്കാൻ UK-യും EU-വും. UK-യിൽ നിന്നുള്ള യുവാക്കൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതിന് കൂടുതൽ ഇളവുകൾ അനുവദിക്കാൻ UK-യും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പദ്ധതി തയ്യാറാക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. ഇത് നടപ്പിലാക്കിയാൽ UK-യിൽ നിന്നുള്ള യുവാക്കൾക്ക് പഠനത്തിനും ജോലിക്കുമായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ കൈവരും. യൂറോപ്യൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശത്തിന് കീഴിൽ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഇളവുകൾ ലഭിക്കുന്നത്. ബ്രെക്സിറ്റിന് മുമ്പ് നിലവിൽ വന്ന നിയന്ത്രണങ്ങൾ മൂലം നിലവിൽ UK-യിൽ നിന്നുള്ളവർക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ എത്തുന്നതിനുള്ള നിയന്ത്രണങ്ങളിലാണ് പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തുന്നത്. ഔപചാരിക ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. UK-യുമായി ഈ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് അംഗരാജ്യങ്ങളുടെ ഇടയിൽ അഭിപ്രായ സമന്വയം സ്വരൂപിക്കേണ്ടത് അത്യാവശ്യമാണ്. നിർദ്ദേശങ്ങൾ നടപ്പിലായാൽ UK-യിലെ യുവാക്കളെ 4 വർഷത്തേക്ക് പഠനത്തിനായാലും ജോലിക്കായാലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ തുടരാൻ അനുവദിക്കും. UK-യിൽ കൊച്ചുകുട്ടികളുടെ ഇടയിലെ സമൂഹ മാധ്യമ ഉപയോഗം കുതിച്ചുയരുന്നു. 3 വയസ്സുള്ള കുട്ടികളിൽ 4-1 പേരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ. ഉപയോഗം നിയമം മൂലം നിയന്ത്രിക്കാൻ ഒരുങ്ങി സർക്കാർ. UK-യിൽ 3-ഉം 4-ഉം വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. ഈ പ്രായപരിധിയിലുള്ള കുട്ടികൾ 4-1 പേർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പകുതി പേരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടികളുടെ ഫോൺ സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ച് പുറത്തുവരുന്ന കണക്കുകളിൽ പലതും ഞെട്ടിക്കുന്നവയാണ്. 5 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 38% പേരാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. ഒരു വർഷം മുമ്പ് ഇത് 30% മാത്രമായിരുന്നു. കൂടാതെ ഇവരിൽ 76% പേരും ടാബ്ലറ്റ് ഉപയോഗിക്കുന്നവരാണ്. കമ്മ്യൂണിക്കേഷൻ റെഗുലേറ്റർ ഓഫ് കോമിൽ നിന്നുള്ള കണക്കുകൾ കൂടിയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മൊബൈൽ ഫോൺ കൈവശം വയ്ക്കുന്നത് നിയമം മൂലം വിലക്കുന്ന കാര്യം നിലവിൽ രാജ്യത്ത് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചുകുട്ടികളുടെ മൊബൈൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. കൊച്ചുകുട്ടികളുടെ ഫോൺ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനെതിരെ നിയമനിർമ്മാണത്തെ അനുകൂലിക്കുന്നവരുടെ വാദമുഖത്തെ ഈ കണക്കുകൾ ശക്തിപ്പെടുത്തുന്നു എന്നാണ് വിലയിരുത്തുന്നത്. കുട്ടികളുടെ ഇടയിലെ സമൂഹ മാധ്യമ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് മന്ത്രിതലത്തിൽ കൂടിയാലോചനകൾ ഉടൻ നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. UK-യുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾക്കായി ഇന്ത്യൻ പ്രതിനിധികൾ ലണ്ടനിൽ. യാഥാർത്ഥ്യമായാൽ ഇരു രാജ്യങ്ങൾക്കും തുറന്നു കിട്ടുന്നത് വൻ വിപണി. ഇന്ത്യയിൽ ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം ആരംഭിക്കുകയാണ്. UK-യിലും ഈ വർഷം തന്നെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് വ്യാപകമായി പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുമ്പോഴും UK-യും ഇന്ത്യയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ യാഥാർത്ഥ്യമാക്കാനുള്ള ചർച്ചകൾ മുടക്കമില്ലാതെ നടക്കുന്നുമുണ്ട്. കരാർ യാഥാർത്ഥ്യമായാൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിപണിയാണ് ലഭിക്കാൻ പോകുന്നത്. ചർച്ചകൾ തുടരാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിലവിൽ ലണ്ടനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പല വിഷയങ്ങളിലും സമവാക്യമുണ്ടാക്കിയെടുത്ത് കരാറിന് അന്തിമരൂപം നൽകാൻ ഇതുവരെ ആയിട്ടില്ല. ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പ്രവർത്തനം തുടങ്ങാൻ കഴിയുമോ എന്ന് തുടങ്ങിയ പല കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമവാക്യമുണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല.
രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ മീഡിയ കമ്പനികൾ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ളവ ആയിരിക്കണമെന്ന ഒരു നിയമം ഇന്ത്യ പാസാക്കിയതാണ് ഒരു തടസ്സമായി നിലനിൽക്കുന്നത്. കേംബ്രിഡ്ജ് ഷെയറിൽ വൻ കഞ്ചാവ് വേട്ട. കണ്ടെത്തിയത് 1.5 മില്യണിലധികം വിലയുള്ള കഞ്ചാവ് ചെടികൾ. പൂട്ടിയിട്ടിരുന്ന 2 അടിമ തൊഴിലാളികളെ പോലീസ് മോചിപ്പിച്ചു. ഇംഗ്ലണ്ടിന്റെ തലസ്ഥാന നഗരിയായ ലണ്ടനിൽ നിന്ന് വെറും 62 മൈൽ അകലെ കേംബ്രിഡ്ജ് ഷെയറിൽ ഒരു കഞ്ചാവ് ഫാക്ടറിയും അവിടെ 2 പുരുഷന്മാരെയും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 2 പേരെ പൂട്ടിയിട്ട നിലയിലാണ് അവിടെ കണ്ടെത്തിയത്. അടിമകളെ പോലെയാണ് ഇവരെ പരിഗണിച്ചിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 1.5 മില്യണിലധികം മൂല്യമുള്ള 1845 കഞ്ചാവ് ചെടികളാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. അവിടെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ പുരുഷന്മാർ 34-35 വയസ്സ് പ്രായമുള്ളവരാണ്. ഇവരെ നിർബന്ധിച്ച് അവിടെ ജോലി ചെയ്യിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിവരം ലഭിക്കുന്നവർ ക്രൈം സ്റ്റോപ്പർ സെല്ലുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ന് തുടക്കം. ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നത് 102 മണ്ഡലങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. നിതിൻ ഗഡ്കരി, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു, ചിരാഗ് പാസ്വാൻ, കനിമൊഴി കരുണാനിധി, കാർത്തി ചിദംബരം, കെ അണ്ണാമലൈ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളും രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളും ഉൾപ്പെടെയാണ് ഇന്ന് വിധി എഴുതുക. 16.63 കോടി വോട്ടർമാർ ആദ്യഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 1.87 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്തിൽ വിവിധ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാകും. 102 മണ്ഡലങ്ങളിലുമായി 1625 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സിദ്ധാർത്ഥന്റെ മരണം അന്വേഷണം പൂർത്തിയായി. പോലീസ് റിപ്പോർട്ട് ശരിവച്ച് CBIയും. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണം സംബന്ധിച്ച കേസിന്റെ കുറ്റപത്രം ഈ മാസം CBI സമർപ്പിക്കും. അന്വേഷണം പൂർത്തിയായി. ഇനി ലാബ് പരിശോധനാ റിപ്പോർട്ടുകൾ മാത്രമേ ലഭിക്കാനുള്ളൂ. അടുത്തയാഴ്ച ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണം കരുതിക്കൂട്ടിയുള്ള കൊലപാതകമല്ലെന്നും സംഘം ചേർന്നുള്ള വിചാരണയ്ക്കിടെ മരണപ്പെട്ടുവെന്നുമാണ് CBIയുടെയും നിഗമനം. പോലീസിന്റെ കണ്ടെത്തൽ ശരിവെക്കുന്നതാണ് CBI റിപ്പോർട്ട്. മറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ പോലീസും ഉൾപ്പെടുത്തിയിരുന്നില്ല. ആദ്യം കേസ് അന്വേഷിച്ച കൽപ്പറ്റ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് 20 പേരെയാണ് പ്രതി ചേർത്തിരുന്നത്. ഇവർക്ക് പുറമെ ഒരാൾ കൂടി CBIയുടെ പ്രതിപട്ടികയിലുണ്ട്. എന്നാൽ ഇയാളുടെ പേര് പരാമർശിച്ചിട്ടില്ല. ഒരാളെ സംശയമുണ്ടായിരുന്നെങ്കിലും അവരെ ഉൾപ്പെടുത്തണോ എന്നതിലും കൊലപാതക കുറ്റം ചുമത്തുന്ന കാര്യത്തിലും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ഇവർ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. അതിനാൽ ഇവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം അഭിഭാഷകരുമായി ആലോചിച്ചാവും തീരുമാനിക്കുക. ആൾക്കൂട്ട കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് CBIയും എത്തിയിരിക്കുന്നത്. CBI ഡൽഹി സ്പെഷ്യൽ യൂണിറ്റ് 2 ആണ് കേസ് അന്വേഷിക്കുന്നത്. CBI ഫോറൻസിക് സംഘം കഴിഞ്ഞ ആഴ്ച പൂക്കോടെത്തിയിരുന്നു. ഡമ്മി പരിശോധനയും നടത്തി. കേസിന്റെ തുടർ നടപടികൾക്കായി മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റി. പ്രതികളുടെ ജാമ്യാപേക്ഷ, കുറ്റപത്രം തുടങ്ങിയവ പരിഗണിക്കുക എറണാകുളത്താവും. വെറ്ററിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപാഠികൾ സംഘം ചേർന്ന് പീഡിപ്പിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇന്ന് തൃശൂർ പൂരത്തിന് കൊടിയേറും. നേരം പുലൻ മുമ്പ് തീവെട്ടിയുടെ വെളിച്ചത്തിൽ കണിമംഗലം ശാസ്താവ് ആനപ്പുറമേറി വടക്കുംനാഥനെ കാണാൻ പുറപ്പെടും. നടപ്പാണ്ടിയും നാദസ്വരവും അകമ്പടിയേകും. പോകെ ആനകളുടെയും മേളക്കാരുടെയും എണ്ണം കൂടും. പാണ്ടിമേളം മുറുകും. നീതലക്കാവിലമ്മ പൂരവിളംബരം അറിയിച്ച് തുറന്നിട്ട തെക്കേ ഗോപുരത്തിലൂടെ ശാസ്താവ് മതിലകത്ത് പ്രവേശിച്ച് വടക്കുംനാഥ സവിധത്തിലെത്തി വണങ്ങി തിരിച്ചിറങ്ങുമ്പോൾ മേളം ഉച്ചസ്ഥായിലായിരിക്കും. പടിഞ്ഞാറേ ഗോപുരം വഴി ശ്രീമൂലസ്ഥാനത്തേക്ക് തിരിച്ചിറങ്ങുമ്പോൾ തട്ടകത്തെ മറ്റ് ദേവതകൾ ഓരോന്നായി വടക്കുംനാഥനെ കാണാൻ പല വഴികളിലൂടെ വരികയാവും. പൂരങ്ങൾ കൊണ്ട് നഗരം നിറയും. ഇന്നാണ് ആ ദിനം. വ്യാഴാഴ്ച കുറ്റൂർ നീതലക്കാവിലമ്മയുമായി എത്തിയ എറണാകുളം ശിവകുമാർ പൂരവിളംബരം അറിയിച്ചിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. വിജയിച്ചിട്ടും ലിവർപൂൾ യൂറോപ്പയിൽ നിന്ന് പുറത്ത്. അറ്റ്ലാന്റ സെമിയിൽ. ക്വാർട്ടർ ഫൈനലിന്റെ 2ാം പാദം വിജയിച്ചുവെങ്കിലും ലിവർപൂൾ യൂറോപ്യ ലീഗിൽ നിന്ന് പുറത്ത്. ഇന്ന് ഇറ്റലിയിൽ വെച്ച് 2ാം പാദത്തിൽ അറ്റ്ലാന്റയെ നേരിട്ട ലിവർപൂൾ 1-0 വിജയിച്ചുവെങ്കിലും അത് മതിയായില്ല ക്ലോപ്പിന്റെ ടീമിന് സെമിയെത്താൻ. 3-1 അഗ്രിഗേറ്റ് സ്കോറിൽ ജയിച്ച് അറ്റ്ലാന്റ സെമിയിലേക്ക് മുന്നേറി. അറ്റ്ലാന്റ നേരത്തെ ആദ്യ പാദത്തിൽ ആൻഫീൽഡിൽ വെച്ച് ലിവർപൂളിനെ 3-0 തോൽപ്പിച്ചിരുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 103.70 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.